എന്നെ ഇങ്ങനെ കണ്ടാലും അവർ പൊക്കൂലേ? എന്നാൽ നമുക്കൊന്ന് ചായ മാറ്റിയാലോ? അരിശ്രേഷകന്റെ അല്ല കേട്ടോ ഈ മിററിന്റെ. അപ്പൊ ഫസ്റ്റ് മാക്രമേ ത്രെഡ്സ് അത്യാവശ്യം ലെങ്ത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ടേബിളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് ചെറിയ ത്രെഡ്സ് എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണിക്കണ മാതിരി ഓപ്പോസിറ്റ് ആയിട്ട് വെച്ച് ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കുക. ആഹാ, ഇനിയാണ് ഇതിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാർട്ട് വരുന്നത്. ഈ ത്രെഡ്സ് ഓരോന്നും എടുത്തിട്ട് ജസ്റ്റ് അഴിച്ചെടുക്കുക. അഴിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊരു ലീഫിൻ്റെ ഷേപ്പ് ആയിട്ടില്ലേ, നമുക്കിത് പെർഫെക്റ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പറിൽ ലീഫിൻ്റെ ഒരു ഷേപ്പ് വരച്ചെടുക്കാം. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ കട്ട് ചെയ്തെടുത്ത ഷേപ്പ് ത്രെഡ്സിൻ്റെ മേലെ ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്തിട്ട് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാൻ വരട്ടെ, ഒരു ചെറിയ പോർഷൻ മിസ്സായിട്ടുണ്ട്. കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. സ്ട്രെയിറ്റ്നർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. എന്നാൽ കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും. ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് വരുത്തി കൊടുക്കാം. ഇനി ഒരു 3 ത്രെഡ് മിററിൻ്റെ മെഷർമെൻറ്റ് പ്ലസ് 2 സെൻറ്റിമീറ്റർ അളവിൽ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ മുടിയൊക്കെ പിന്നെ ഇടൂലേ, അതേമാതിരി ചെയ്തെടുക്കുക. ഇനി ഒരു കാർഡ്ബോർഡ് മിററിൻ്റെ ഷേപ്പിനേക്കാളും 1 സെൻറ്റിമീറ്റർ കൂടുതൽ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേലെ വേണം ഈ ലീഫ് ഓരോന്നോരോന്നായി ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാൻ. നമ്മൾ ഈ 1 സെൻറ്റിമീറ്റർ അഡീഷണലായി എടുത്ത ഏരിയയിലാണ് കേട്ടോ ഈ ലീഫൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ആ മിറർ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മേലെ ആ 3 ത്രെഡ് വെച്ച് ഉണ്ടാക്കിയെടുത്തത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 എണ്ണം അങ്ങനത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഡ്സ് ജസ്റ്റ് റൗണ്ടായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് ഡെക്കോർ ചെയ്യാം കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ ചായ മാറ്റിയ മിറർ? അപ്പോൾ പിന്നെ എല്ലാവരും ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.